വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. അപ്പോൾ വിജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ സാധാരണ തന്ത്രങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. നിങ്ങളുടെ ശത്രു പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെ നിങ്ങൾക്ക് വിജയകരമായ ഒരു ജീവിതം സാധ്യമല്ല. ക്രിസ്ത്യാനികളായി നാം പരാജയത്തിൽ നിന്നല്ല വിജയത്തിലേക്ക് നീങ്ങുന്നത്, നാം സംശയത്തിൽ നിന്നല്ല വിശ്വാസത്തിലേക്ക് നീങ്ങുന്നത്, നാം വിശ്വാസത്തിൽ നിന്നും വലിയ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തിനായിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് പോകുന്ന ഒരു മാർഗമാണ് തിരുവെഴുത്ത് പറയുന്നത്. റോമർ 1:17 പറയുന്നു, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസത്തിലായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ നാം വിജയത്തിൽ നിന്നും ആരംഭിക്കണം. സംശയം, തോൽവി, നിരാശ മുതലായവ വിജയകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഉപയോഗിക്കുവാൻ പറ്റിയ വസ്തുക്കളല്ല. അതുപോലെ നിസ്സഹായവും നിരാശയുമായി നമ്മെ തന്നെ സാത്താൻ ഇരകളായി സ്വയം കരുതുമ്പോൾ നാം തീർച്ചയായും വിജയികളായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ രാജകുടുംബത്തിലെ പുത്രന്മാരായും പുത്രിമാരായും പരാജയപ്പെടുത്തുവാൻ സാത്താൻ ഇനിമേൽ ശക്തിയുമില്ല, അധികാരവുമില്ല. എന്നാൽ ക്രിസ്തുയേശുവിൽ താങ്കൾ ആരാണെന്നും പ്രിയരെ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം നിങ്ങളെ പറ്റിക്കുവാനുള്ള കഴിവ് സാത്താനുണ്ട്. സാത്താനെ ജയിക്കുവാനുള്ള കഴിവ് നിങ്ങൾ വിജയത്തിലേക്കുള്ള നമ്മുടെ പ്രയത്നത്തിൽ തുടക്കം പരാജയത്തിൽ നിന്നല്ല വിജയത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിൻ്റെ വിജയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.